കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താ താമസിച്ചത്? നന്ദയെ കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു. ഈ കുട്ടിക്കുറുമ്പനെ അവിടെയെങ്ങും കണ്ടില്ല ചേച്ചി, ഞാനിവനെ തപ്പി നടക്കുകയായിരുന്നു. നന്ദ ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി മറുപടി പറഞ്ഞു. എന്നിട്ട് അവൻ എവിടെയായിരുന്നു? അവൻ്റെ അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു. ചേച്ചിയുടെ റൂമിൽ കട്ടിലിരിക്കുകയായിരുന്നു, അവൾ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി. അത് ഉണ്ണി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു, ചിലപ്പോൾ അവനായിരിക്കും അവിടെ കൊണ്ടിരുത്തിയത്. അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും നന്ദ ഒന്നും തന്നെ മിണ്ടിയില്ല. എന്താ മോൻ്റെ പേര്? ഷീതു അവൻ്റെ കവളിലൊന്ന് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പുക്കുട്ടൻ, നന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഷീതു അവനെ നന്ദയുടെ കയ്യിൽ നിന്നും എടുക്കാൻ ശ്രമിച്ചു. അവൻ നന്ദയുടെ കയ്യിൽ നിന്നും ഷീതുവിൻ്റെ കയ്യിലേക്ക് പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഓ, നീ നിന്റെ നന്ദയാൻ്റിയുടെ അടുത്ത് മാത്രമേ പോകുള്ളോ? ഷീതു അവനെ നോക്കി ചോദിച്ചതും അവൻ തൻ്റെ കുഞ്ഞു പല്ലുകാട്ടി ചിരിച്ചു. അപ്പോഴാണ് ആകാശ് അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആകാശിനെ അവിടെ കണ്ടതും ഷീതു ഒരു ഞെട്ടലോടെ നന്ദയുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൾ അത് ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ അവൻ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടും കുഞ്ഞിനെ കളിപ്പിക്കുകയായിരുന്നു. ഷീതുവിനെ കണ്ടതും ആകാശ് ഒന്ന് പുഞ്ചിരിച്ചു. അവൻ തിരികെ, എൻ്റെ അനിയനാ. ആ തയ്ക്കുന്ന പെൺകുട്ടി ഷീതുവിനെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. പോകാൻ ചേച്ചി, നന്ദ അവളെ നോക്കി പറഞ്ഞു. ഷീതു മറുപടിയായി പോകാമെന്ന് അവളോട് പറഞ്ഞു. നന്ദ കുഞ്ഞിനെ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കാനായി പോയി. അവൻ്റെ കയ്യിൽ കൊടുത്തേക്ക് അവർ പറഞ്ഞതും നന്ദ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. കൈകൾ മാറിൽ കെട്ടി നിൽക്കുകയാണവൻ. ചുണ്ടിൽ അവളെ നോക്കി ഒരു കുസൃതി ചിരിയോടെ. അവൾ കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. അവൻ കുഞ്ഞിനെ എടുക്കുന്നുണ്ടെങ്കിലും കണ്ണ് അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. എന്നാൽ അവൾ അവനെ പുച്ഛിച്ച് കാണിച്ചു. അവൻ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും എടുത്തതിന് ശേഷം അവളുടെ കയ്യിൽ പതിയെ അവൻ്റെ വിരലുകൾ കൊണ്ട് തലോടി വിട്ടു. അത് മനസ്സിലാക്കിയതും നന്ദ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവനാണെങ്കിൽ നന്ദയെ നോക്കി ചിരിച്ചു കാണിച്ചു. ഷീതുവും ആ പെൺകുട്ടിയും ഡ്രസ്സിൻ്റെ കാര്യത്തിനെ പറ്റി സംസാരിച്ച് നിൽക്കുന്നത് കൊണ്ട് അവർ രണ്ടുപേരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. ചേച്ചി, എങ്കിൽ പിന്നെ ഞങ്ങൾ പോട്ടെ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. നന്ദ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ ഷീതുവിനെ വിളിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു. അങ്ങോട്ട് പോയപ്പോൾ നീ പറഞ്ഞില്ലല്ലോ അത് അവൻ്റെ വീടാണെന്ന്? ഷീതു പുഞ്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു. അത് അവൻ്റെ വീടല്ല ചേച്ചി. പിന്നെ അവൻ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. നന്ദ തിരികെ മറുപടി പറഞ്ഞു. പിന്നെ അതവൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട്? അവൾ സംശയത്തോടെ ചോദിച്ചു. ചേച്ചിയൊക്കെ തന്നെയാ. അതെന്താണെന്ന് വെച്ചാൽ അവൻ അത്യാവശ്യം നല്ല തറവാട്ടിലുള്ളതാ ചേച്ചിയും. പക്ഷേ ചേച്ചി വിവാഹം കഴിച്ചത് സ്നേഹിച്ചായിരുന്നു. ആ ചേട്ടൻ അത്ര വലിയ സമ്പന്നനൊന്നും ആയിരുന്നില്ല. പ്രേമത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് പറയുന്നത് പോലെ ആ ചേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ചേച്ചി അതൊന്നും ചിന്തിച്ചില്ല. അതുകൊണ്ട് ചേച്ചിക്ക് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല കേട്ടോ. പിന്നെ ചേച്ചി സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചതുകൊണ്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നു. അവൻ്റെ വീട്ടുകാർക്ക് അറിയില്ല അവൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയും കുഞ്ഞിനെയൊക്കെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. കാണാതെ അറിയാതെ വരുന്നതാ. നന്ദ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അല്ല, അവൻ നിന്റെ ശത്രുസ്ഥാനത്തെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് അവൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നിനക്കറിയാലോ? ഷീതു അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അവനോട് ഞാൻ അങ്ങനെ മിണ്ടാറില്ല എന്ന് കരുതി അവൻ എൻ്റെ ശത്രുവാണെന്നല്ല. അന്ന് ചേച്ചിമാർ പറഞ്ഞില്ലേ, ആ സംഭവത്തിന് ശേഷം അവൻ എന്നെ അങ്ങനെ വിളിച്ചിട്ട് കളിയാക്കും. ആ ഒരു ദേഷ്യം അവനോടുണ്ട്. അല്ലാതെ ശത്രുവായിട്ടൊന്നും ഞാൻ അവനെ കണ്ടിട്ടില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവനല്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ മിക്കവാറും ചേച്ചിയുടെ അടുത്താണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ കുറച്ച് നേരം അപ്പുക്കുട്ടനെ കളിപ്പിച്ച് അവിടെ ഇരിക്കാറുണ്ട്. അന്നേരം എന്നോട് പഴയ കാര്യങ്ങളൊക്കെ പറയും ചേച്ചി. അതിൻ്റെ കൂട്ടത്തിൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ടെന്ന് പറഞ്ഞത്. ആക്ച്വലി എനിക്കും ചേച്ചിമാർക്കും മാത്രമേ അവൻ അവിടെ വരുന്ന കാര്യം അറിയുള്ളൂ. ആരെങ്കിലും അറിഞ്ഞാൽ ന്യൂസ് അപ്പം തന്നെ അവൻ്റെ തറവാട്ടിലെത്തും. പിന്നെ അവൻ്റെ അച്ഛനും മുത്തച്ഛനും കൂടി അവനെ തറവാട്ടിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിക്കും. അത്രയ്ക്ക് ദേഷ്യമാണ് ചേച്ചിയോട് അവർക്കുള്ളത്. ജാതിഭ്രാന്തും മതഭ്രാന്തൊക്കെ എന്നാ ചേച്ചി ഇനി മാറുക? സ്നേഹിക്കുന്നവരെ തമ്മിലല്ലേ ഒന്നിക്കേണ്ടത്? അവിടെ ജാതി മതമൊക്കെ പറഞ്ഞ് വെറുതെ തമ്മിലടിയാ. നന്ദ പറയുന്നത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയോ? ഷീതു നിന്നതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടതും അവൾ സംശയത്തോടെ നെറ്റി ചുളിച്ചു. നീ പറ, നീ സത്യം പറയോ എന്നോട്? ഷീതു വീണ്ടും ചോദിച്ചു. ചേച്ചിക്ക് എന്താ അറിയേണ്ടത്? ചോദിക്ക്. നന്ദ തിരിഞ്ഞു നിന്ന് അവളോട് പറഞ്ഞു. നിനക്ക് ശരിക്കും ആകാശിനോട് ദേഷ്യമുണ്ടോ? അതോ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും കാണാതൊരു ഇഷ്ടം മറിഞ്ഞിരിപ്പുണ്ടോ? ഷീതു പുഞ്ചിരിയോടെ ചോദിച്ചു. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയൊന്നുമില്ല, ചേച്ചിക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാ. അവൾ പറഞ്ഞുകൊണ്ട് ഷീതുവിനെ ഫേസ് ചെയ്യാതെ നടക്കാൻ തുടങ്ങി. പെണ്ണെ, നീ എന്നോട് മറുപടി പറഞ്ഞില്ലല്ലോ. ഷീതു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ചേച്ചി, എനിക്ക് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. മോളെ നന്ദേ, നിന്റെ പ്രായം കഴിഞ്ഞിട്ടും നീ പ്രേമിച്ചിട്ടും ഒക്കെയാണ് ഞാനിവിടെ വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഊഹങ്ങളൊന്നും തെറ്റല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആർക്കും അറിയില്ലെങ്കിലും എനിക്ക് അന്ന് തന്നെ മനസ്സിലായി നിന്റെ മനസ്സിൽ അവനുണ്ടെന്ന്. ഷീതു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി ചാർലി ചായനെ പ്രേമിച്ച് വിവാഹം കഴിച്ചതല്ലേ? നന്ദ തിരികെ അവളോട് ചോദിച്ചതും ഷീതു ഒരു നിമിഷം വല്ലാതെയായി. അവർക്കാർക്കും ആദത്തിനെക്കുറിച്ച് അറിയില്ലെന്നും താൻ ആദത്തിനെയായിരുന്നു ആദ്യം പ്രണയിച്ചതെന്നുള്ള കാര്യം അവൾ മനസ്സിലോർത്തു. എന്താ ചേച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ചേച്ചി പ്രേമിച്ച് വിവാഹം കഴിച്ചതല്ലേ?
നന്ദ ചോദിക്കുന്നത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ആ ചോദ്യത്തിനല്ലല്ലോ ഇവിടെ ഇപ്പോൾ പ്രസക്തിയുള്ളത്. ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറ. ഷീതു പറയുന്നത് കേട്ട് നന്ദ അവളെ നോക്കി ചിരിച്ചു. ചേച്ചിയുടെ ഊഹമൊന്നും തെറ്റാറില്ലെന്നല്ലേ ചേച്ചി ഇപ്പൊ പറഞ്ഞത്? അപ്പോൾ ഇതും തെറ്റിയിട്ടില്ല. നന്ദ പറഞ്ഞുകൊണ്ട് മുൻപിലേക്ക് നടന്നതും അവൾ അങ്ങനെ പറയുന്നത് കേട്ട് ഷീതുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായി. അങ്ങനെയങ്ങ് പോയാലോ? അതും പറഞ്ഞവൾ നന്ദയെ പിടിച്ചു നിർത്തി. നന്ദ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്ന് മുതലായി ഈ പ്രേമം മനസ്സിൽ വന്ന് തുടങ്ങിയത്? എന്നിട്ട് എന്തിനാ അവനെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്റെ മനസ്സിലുള്ളത് നിനക്ക് അവനോട് തുറന്നു പറഞ്ഞൂടെ? അവൻ്റെ കുടുംബമൊക്കെ നല്ലതല്ലേ, തറവാട്ടുകാരല്ലേ? അപ്പം പിന്നെ ചെറിയച്ഛന്മാർ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കുമല്ലോ. അവൾ നന്ദയുടെ മുഖത്തേക്ക് നോക്കി. സമ്മതിക്കും, പ്രത്യേകിച്ച് അവരുടെയൊക്കെ കൂട്ടുകാരൻ അവൻ്റെ അച്ഛൻ. അതുകൊണ്ട് വീട്ടുകാർ എന്തായാലും സമ്മതിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല ചേച്ചി. അവൾ തിരികെ മറുപടി പറഞ്ഞു. പിന്നെന്താ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം നീ അവനോട് തുറന്നു പറയാത്തത്? അവൾ വീണ്ടും ചോദിച്ചു. അവൻ എന്നെ ഇങ്ങനെ കളിയാക്കുന്ന അല്ലാതെ ഇതുവരെയും എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അവൻ ഇങ്ങോട്ടേക്ക് അത് തുറന്നു പറയാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് മോശമല്ലേ? ഒരു പക്ഷെ അവൻ വെറുതെ തമാശയ്ക്കാണ് എന്നോട് ഇങ്ങനെ ഇടപഴകുന്നെങ്കിലോ? അങ്ങോട്ട് കയറി എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ട് വെറുതെ എന്തിനാ ചേച്ചി ഞാൻ നാണം കെടുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ഒരിക്കൽ അവന് തോന്നുമ്പോൾ അവൻ എന്നോട് തുറന്നു പറയട്ടെ. അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അവനോടും തുറന്നു പറയും. ഇതുവരെ ആരും അറിയാത്ത ഒരു രഹസ്യമായിട്ട് മനസ്സിൽ തന്നെ അതുവരെ ഇരുന്നോട്ടെ. നന്ദ പറയുന്നത് കേട്ടവൾ പുഞ്ചിരിച്ചു. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്ക് അവനോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ചേച്ചി. എല്ലാവരും പറയുന്നത് പോലെ ദേഷ്യം തന്നെയായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ അവൻ അങ്ങനെ വിളിക്കുന്നത് കേട്ട് കേട്ട് അവനോട് തിരിച്ചു മറുപടിയൊക്കെ പറയുമ്പോൾ മനസ്സിന് എന്തോ വല്ലാത്തൊരു സന്തോഷമാണ്. അത് പിന്നെ പതിയെ പതിയെ അവനോടുള്ള ഇഷ്ടമായിട്ട് മാറി. ചേച്ചിമാർക്കൊന്നും അറിയില്ല കേട്ടോ ഈ കാര്യം. ഇപ്പം അവരോടൊന്നും പറയണ്ട. ഒരു പക്ഷെ അവൻ എന്നോട് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ എല്ലാവരെയും കൂടി അറിയിക്കുന്നത്? അതുകൊണ്ട് അതെൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി മുതൽ ചേച്ചിയുടെ. അവൾ പറയുന്നത് കേട്ട് അവളത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ ഷീതു അവളെ നോക്കി തലയാട്ടി. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ ഡാൻസും മറ്റും ഉണ്ട്. അതിന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ് പിള്ളേർ സെറ്റ് എല്ലാവരും. രാത്രി ആയതുകൊണ്ട് തന്നെ മുത്തശ്ശി ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് അമ്മമാർ രണ്ടുപേരും പോകുന്നില്ല എന്ന് തന്നെ വെച്ചു. അച്ഛന്മാരെല്ലാവരും മിക്ക ദിവസങ്ങളും അമ്പലത്തിൽ തന്നെയാണ്. ആൺപിള്ളേരും അത് തന്നെ. അവരൊക്കെ വരുമ്പോഴേക്ക് രാത്രി 11 മണി 12 മണിയൊക്കെ ആകാറുണ്ട്. ഇന്ന് ഡാൻസൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേരും പോകാൻ തന്നെ തീരുമാനിച്ചു. അമ്മമാർ വരുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആരുവിൻ്റെ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചിട്ടാണ് പിള്ളേർ സെറ്റ് അമ്പലത്തിലേക്ക് പോയത്. 8 മണിയോടുകൂടിയാണ് ഡാൻസും മറ്റ് കലാപരിപാടികളൊക്കെ സ്റ്റേജിൽ ആരംഭിക്കുന്നത്. അത് തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് കരുതി പിള്ളേരെല്ലാവരും കൂടി കടകൾ തോറും കയറി ഇറങ്ങുകയാണ് വളയും മാലയും മറ്റൊക്കെ വാങ്ങിക്കാൻ. പിള്ളേരെല്ലാവരും സാധനങ്ങൾ വാങ്ങുകയും ഇടയ്ക്കിടയ്ക്ക് കുറിക്കാനൊക്കെ വാങ്ങുന്നുണ്ട്. ഷീതു ആണെങ്കിൽ കുപ്പിവള വാങ്ങാൻ വേണ്ടി കട അന്വേഷിച്ച് കുറച്ച് മുൻപിലേക്ക് നടന്നു. അപ്പോഴാണ് 2 കടകൾക്കിടയിലായിട്ട് ഒരു ചെറിയ വഴി കണ്ടത്. അവിടേക്ക് നോക്കിയതും ഷീതു ഞെട്ടിപ്പോയി. വിഷ്ണുവും സനൂഷയും കൂടി ആ ഇടവഴിയിൽ നിൽക്കുന്നുണ്ട്. സനൂഷയുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് അവളോട് എന്തോ പറയുകയാണ് വിഷ്ണു. സനൂഷയാണെങ്കിൽ നാണം കൊണ്ട് അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ചെറിയൊരു വെളിച്ചത്തിലാണ് അവളത് കണ്ടത്. എന്തോ സംസാരിച്ച് തിരിഞ്ഞ് നോക്കിയ സനൂഷ കാണുന്നത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഷീതുവിനെയാണ്. അവൾ അങ്ങോട്ടേക്ക് നോക്കുന്നത് കണ്ടതും വിഷ്ണുവും ആ ദിശയിലേക്ക് തന്നെ നോക്കി. ഷീതുവിനെ കണ്ടതും വിഷ്ണു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. പിന്നെ അവളെ ഒഴിഞ്ഞൊന്ന് നോക്കി. സനൂഷ പെട്ടെന്ന് തന്നെ അവനോട് എന്തോ പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും അവളുടെ അടുത്തേക്ക് വന്നു. ഷീതു അപ്പോഴും തൻ്റെ മുൻപിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു. നീ ഇവിടെ കണ്ടത് ആരോടെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ. സനൂഷ അവളുടെ അടുത്തേക്ക് വന്ന് പതിയെ പറഞ്ഞു. സനൂഷ അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ടതും പിള്ളേരെല്ലാവരും അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് മാറിയിരുന്നു. ഓ, എല്ലാവരും ഉണ്ടായിരുന്നോ? എന്നെ എൻ്റെ പിള്ളേരെയും ആ തറവാട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ട് എല്ലാവരും കൂടി ഉത്സവം ആഘോഷിക്കുക അല്ലേ? അമ്മയെ പോലും നീയൊക്കെ കൂടിയല്ലേ പറഞ്ഞു തിരിപ്പിച്ചത്? എല്ലാവരെയും തൻ്റെ മുൻപിൽ കണ്ടതും അവൾ അമർഷത്തോടെ അവരെ നോക്കി പറഞ്ഞു. ദേ, അനാവശ്യം പറയരുത് ചേച്ചി. അമ്മ ചേച്ചിക്ക് എതിരായിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാ, അല്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ടാ. അല്ലാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്വന്തം തെറ്റ് മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരെ ഇങ്ങനെ പഴിച്ചായിരുന്ന അത്ര നല്ല കാര്യമല്ല. അത് കേട്ട് നന്ദ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും റിനോഷു അങ്ങോട്ടേക്ക് വന്നു. നീ ചോദിച്ച സാധനം കിട്ടിയില്ല, ഇത് മതിയൊന്ന് നോക്ക്. അയാൾ കടയിൽ നിന്നും വാങ്ങിയ ഒരു മാല അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവളുടെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികളെ അയാൾ ശ്രദ്ധിച്ചു. ഷീതു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. വിഷ്ണുവിനോടൊപ്പം കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അവളെ കണ്ടതിൻ്റെ ഷോക്കിലായിരുന്നു ഷീതു. ശീതൾ. റിനോഷ് പെട്ടെന്ന് അവളെ നോക്കി വിളിച്ചതും അവൾ ഞെട്ടിപ്പോയി. സംശയത്തോടെ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ അങ്ങനെ തന്നോട് പെരുമാറാൻ പാടില്ലായിരുന്നു. എന്നോടെന്നല്ല, ഒരു പെൺകുട്ടികളോടും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് സോറി, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകില്ല. എപ്പോഴെങ്കിലും തന്നെ കാണുമ്പോൾ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. അയാൾ അവളെ നോക്കി പറഞ്ഞു. എന്നാൽ അയാൾ സോറി ചോദിക്കുന്നത് കേട്ട് പെൺകുട്ടികൾക്ക് ദേഷ്യമാണ് വന്നത്. നിങ്ങൾ ഇവളോട് താഴാൻ പോകുന്ന എന്ത് കാര്യത്തിനാ? ഒരു സോറി ചോദിക്കുന്നു. നിങ്ങൾക്ക് വേറൊരു പണിയുമില്ലേ? അത് കേട്ടതും സനൂഷ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അയാളോട് പറഞ്ഞു.
ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ട് എനിക്കത് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. നിനക്ക് അവരുടെ മുമ്പിൽ അത് അംഗീകരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നീ ഇപ്പോഴും തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നത്. അയാൾ അവളെ നോക്കി പറഞ്ഞതും അവൾ അയ്യടാ എന്നായി. ബാക്കിയുള്ള പെൺപിള്ളേരാണെങ്കിൽ അവളെ കളിയാക്കുന്നത് പോലെ ചിരിച്ചു. അതുകൊണ്ട് സനൂഷ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഷീതുവിനെ ഒന്ന് നോക്കിയതിനു ശേഷം അവിടെ നിന്നും പോയിരുന്നു. എന്നോട് ക്ഷമിക്കണം, വീണ്ടും അവളെ നോക്കി അയാൾ പറഞ്ഞു. ചേട്ടൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ടല്ലേ ചേട്ടൻ ഇപ്പോൾ മനസ്സിൽ തൊട്ട് സോറി പറഞ്ഞത്? നന്ദ ചോദിക്കുന്നത് കേട്ട് അയാൾ ആണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഞങ്ങൾ സോറി അംഗീകരിച്ചു അല്ലേ ചേച്ചി? അയാളെ നോക്കി പറഞ്ഞതിന് ശേഷം അവൾ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അതിന് ഷീതു തലയാട്ടി. പക്ഷെ അപ്പോഴും അവൾ വിഷ്ണുവിനെയും സനൂഷയും പറ്റി ചിന്തിക്കുകയായിരുന്നു. നമുക്ക് മറ്റു കടകളും കൂടി നോക്കാം, ചേച്ചി വാ. അതും പറഞ്ഞ് അവളുടെ കയ്യും പിടിച്ച് പെൺപിള്ളേർ അവിടെ നിന്നും നടന്നു. റിനോഷ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. നമ്മളെ രണ്ടുപേരെയും കണ്ട കാര്യം അവളിനി ആരോടെങ്കിലും പറയുമോ? അവിടെ നിന്നും നേരെ പോയ സനൂഷ അവൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു ചെന്നത്. ഉള്ളിലൊരു പേടി തോന്നിയെങ്കിലും അത് മറച്ചു വെച്ച് സനൂഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏയ്, പറഞ്ഞാ അന്ന് അവളുടെ അവസാനമായിരിക്കും. അല്ല, നിനക്കെന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണല്ലോ ആ പെണ്ണ് കണ്ടത്. സനൂഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നിനക്ക് ഏത് ദിവസം എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നത്? അവൻ്റെ കണ്ണ് വെട്ടിച്ച് നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ കഴിയോ? അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു. നോക്കണം, ഒരു ദിവസം ഞാൻ വിളിച്ച് പറയാം. എത്ര വർഷമായെന്നറിയോ ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അയാളുടെ കൂടെ ജീവിച്ച് ഞാൻ മടുത്തു. നീ വിളിച്ചാൽ ഇന്നാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണ് വിഷ്ണു. മക്കളെ അയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ നിന്നും മടുത്തു കഴിഞ്ഞു. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് സനു, പക്ഷെ നിനക്കറിയാലോ എൻ്റെ കാര്യം. അങ്ങനെ നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാൽ പിന്നെ നാഗമഠത്തിലുള്ളവർ എന്നെ വെറുതെ വെച്ചേക്കില്ല. ആരും അറിയാതെ അവരെന്നെ കൊന്നു തള്ളും. അവൻ എന്തോ ആലോചിച്ചതുപോലെ അവളോട് പറഞ്ഞു. ഇങ്ങനെ വല്ലപ്പോഴും കാണുന്നത് ഞാൻ മടുത്തു കഴിഞ്ഞു. എന്നും നിന്നോടൊപ്പം ഇങ്ങനെ കഴിയണമെന്നാണ് എനിക്ക് ആഗ്രഹം. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം സനു. ഇപ്പം നീ സങ്കടപ്പെടാതെ പോകാൻ നോക്ക്. ആരെങ്കിലും നമ്മളെ ഇവിടെ വെച്ച് കണ്ടാൽ പിന്നെ അത് മതി. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. ശേഷം അവനോട് മൗനമായി യാത്ര പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയിരുന്നു. പിന്നെ നോക്കിയിരുന്നോ, നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ആ ദിവസത്തിനായിട്ട്. ഒരിക്കലും നടക്കാത്ത നിന്റെ സ്വപ്നം മാത്രമാണ് മോളെ അത്. േക്കാൾ കൂടുതൽ എനിക്ക് ആവശ്യം അവളെയാണ്, പൊൻകതിരി പോലെ ഇരിക്കുന്ന ശീതളിനെ. നിന്നെയൊക്കെ വിഷ്ണുവിന് മടുത്തു കഴിഞ്ഞു. നിന്നെ പോലെ അല്ല അവളാണ് ശരിക്കും പെണ്ണ്. ഉത്സവത്തിൻ്റെ അവസാന ദിവസത്തിന് മുൻപ് ഒരു ദിവസം അവളെ എൻ്റെ കയ്യിൽ കിട്ടും. ഇപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ വിഷ്ണു കാത്തിരിക്കുന്നത്. അവൻ എന്തോ മനസ്സിൽ ആലോചിച്ചതുപോലെ താടി ഒഴിഞ്ഞുകൊണ്ട് ചിരിച്ചിരുന്നു.